മലപ്പുറം ജില്ലയിൽ തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പൊന്നാനി. ഇടതുപക്ഷം മണ്ഡലം നിലനിർത്താനും UDF മണ്ഡലം പിടിച്ചെടുക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ്. നമുക്ക് കേൾക്കാം പൊന്നാനിക്കാർ എന്താണ് പറയുന്നതെന്ന്. ചേട്ടാ, ആരാവും ജയിക്കും ഇവിടെ? എന്തുകൊണ്ടാണ്? ലീഗ് കോൺഗ്രസിൽ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പൊ വികസനം മാത്രം മതി. വികസനമല്ലേ വേണ്ടത്? വികസനം മതി. ഒരു ആൾക്ക് കോൺഗ്രസിന്റെ പണി കൂടി എടുത്തിട്ടില്ല. കോൺഗ്രസ് പിന്നെ അപ്പൊ ജയിക്കും, സക്കീർ ജയിക്കും. ആര് ജയിക്കും പൊന്നാനി? സക്കീറോ പൊന്നാനി LDF ജയിക്കും. സക്കീർ. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇവിടെ നല്ല വികസനമാണ് ചെയ്യുന്നത്. LDF ഇവിടെ നല്ല വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെൻഷൻ 35 വയസ്സുള്ള സ്ത്രീകൾക്കുള്ള 1000 രൂപ കൊടുക്കലായി. പിന്നെ 2000 രൂപ പെൻഷൻ കൊടുക്കുന്നു. അപ്പം എല്ലാം കൊണ്ടും LDF തന്നെ തുടരുന്നത് നമ്മളെ ആഗ്രഹം തുടരും. പൊന്നാനി ആരാ ജയിക്കാം? സക്കീറോ? നല്ലതാരും ചെയ്യുന്ന അവര് ജയിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ രണ്ടു കൂട്ടരും വാശിയേറിയ ഒരു മത്സരം. പൊതുവെ LDF ആണല്ലോ ജയിക്കാറ്. സാധ്യത നല്ല മത്സരമായിരിക്കും. നല്ല മത്സരം. ആരാണ് പൊന്നാനി ജയിക്കുക? LDF ആണോ UDF ആണോ? ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരമുള്ള ആരെങ്കിലും ജയിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 10 വർഷമായാലും ഇവര് ഭരിക്കണം. ഒരു മാറ്റം വരണം അല്ലേ? ആരാവും ചേട്ടാ പൊന്നാനി ജയിക്കുക? LDF ആണോ UDF ആണോ? LDF ആണ് തോന്നുന്നത്. LDF നാണ് സാധ്യത അല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ ജയിക്കും തോന്നാൻ? വികസനങ്ങളാണോ? മനുഷ്യരൊക്കെ തന്നെയാണോ? എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ആർക്കാണ് സാധ്യത? അല്ല, ഒരു അഭിപ്രായം ഉണ്ടാവല്ലോ. വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യും. ആർക്കാന്ന് പറയുന്നില്ല. ജയിക്കാം. നൗഷാദ് അലിയാണോ സക്കീറാണോ? ആരായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ. അഭിപ്രായം എന്താ? അഭിപ്രായം എനിക്ക് ആരായാലും ജയിച്ചാൽ നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ല, ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികളെ നോക്കുമ്പോഴേ ആർക്കാണ് സാധ്യത കൂടുതൽ? ആരാണ് സാധ്യത ജനങ്ങൾ തീരുമാനിക്കട്ടെ. ചേച്ചിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ്. രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. അല്ല, അങ്ങനെ പേര് ഒരാളുടെ എടുത്ത് പറയുന്നില്ല. പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പിൽ ആരാകും ജയിക്കുക? LDF ആണോ UDF ആണോ? UDF ആണോ LDF ആണോ ചോദിച്ചാൽ രണ്ടും കട്ടക്ക് കട്ടയാണ്. രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ്. രണ്ടാളും നല്ല ആക്റ്റീവാണ്. രണ്ട് മുന്നണി നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളെ പൊന്നാനിയല്ല, നമ്മളിത് തെരഞ്ഞെടുക്കും ആരാന്നുള്ളത്. ഒരു മേൽക്കൈ ആർക്കുള്ളതാ തോന്നുന്നത്? അങ്ങനെയല്ല, രണ്ടാളും കട്ടക്ക് കട്ടയാണ്. മേൽക്കൈ കട്ടക്ക് കട്ടയാണ്. അപ്പൊ വിജയം ആരെ കൂടെ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത്. LDF ആണോ UDF ആണോ? രണ്ടാളും ഒരേപോലെ നിൽക്കുകയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായത്. നല്ല മത്സരമാണ്. ആർക്കാ സാധ്യത? പറയാൻ പറ്റില്ല. അത്രയും നല്ല മത്സരമാണ് അല്ലേ? ഇവിടെ LDF ജയിക്കും. എന്തുകൊണ്ടാണ് LDF ജയിക്കുന്നത് പറയുന്നത്? സഖാവ് സക്കീർ ഇവിടെ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. കാരണം എന്താ? നമ്മളിങ്ങനെ ഇവിടെ നല്ല വികസനം നടന്നിട്ടുണ്ട്. വീട്, ലൈഫില് വീട്, അതേമാതിരി ആശുപത്രി, സ്കൂളുകൾ. ഇവിടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ തൃക്കാവ് ഹൈസ്കൂള്, അതേമാതിരി നന്നമുക്കിൽ, ആലങ്കോട്, വിളയങ്കോട് എല്ലായിടത്തും ഹൈസ്കൂളുകൾ, അതേമാതിരി റോഡുകൾ എല്ലാം. പിന്നെ വികസനത്തിൻ്റെ അങ്ങോട്ട്. പിന്നെ തീരദേശ മേഖലയിൽ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതൊക്കെ ഗുണം ചെയ്യും. UDF ഒരു മാറ്റം വേണ്ടേ? എത്ര കാലമായി ഇങ്ങനെ ഒരു മാറ്റത്തിനായിട്ടാണ് എല്ലാവരും ഇപ്രാവശ്യം വോട്ട് ചെയ്യുക. നൗഷാദ് അലി ജയിക്കും. നൗഷാദ് അലി ജയിക്കും. വോട്ട് ചോദിച്ചാ നൗഷാദ് അലി വന്നിട്ട് UDF ജയിക്കാനാ സാധ്യത. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അവര് 2.5 കൊല്ലമായി UDFന്റെ നൗഷാദ് അലി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. പിന്നെ ഒരു മാറ്റം പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാ പറയണത്. പിന്നൊക്കെ എല്ലാവരും കയ്യിലും ആണല്ലോ. സാധ്യത ഉണ്ട്. ഇടതുപക്ഷം ജയിക്കാനാ സാധ്യത. എന്താ കാരണം? കാരണം ഇപ്പൊ ഇതിനു മുന്നുള്ള ഭരണക്കാരൊക്കെ ഭരണങ്ങളൊക്കെ നല്ല കാരണം അവര് വികസനം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും അടുത്ത ഭരണം ഇവർ വന്നു കഴിഞ്ഞാൽ വികസനം ഒന്നായാൽ തുടരും. മറ്റേതാകുമ്പോ പിന്നെ അവർ ഒന്നേന്ന് തുടങ്ങണം. അപ്പൊ കുറച്ചും കൂടെ ടൈം പിടിക്കും. LDF. വോട്ടുണ്ടോ? ഇല്ലല്ലോ. ആരാ ജയിക്കാം? അറിയില്ല. ആരാണ് താത്ത ജയിക്കുക പൊന്നാനിയില്? അറിയില്ല. സ്ഥാനാർത്ഥിമാരറിയോ? LDF UDF ആരെ ജയിക്കാൻ താല്പര്യം?
ആരായാലും ഓക്കെ ഓക്കെ ഓക്കെ. പൊന്നാനി തെരഞ്ഞെടുപ്പിൽ ആരാ ജയിക്കുക? പറയാൻ പറ്റൂല ആരാന്നിപ്പോ രണ്ടു കൂട്ടരും കൂടി നല്ല തുല്യാണ് ആൾക്കാർ. മത്സരമാണ്. ഭയങ്കര മത്സരമാണ്. അതിൽ ആർക്കാണ് ഒരു മേൽക്കൈ ഉണ്ടാവുക? മേൽക്കൈ ഇവിടെ ഒരു ദിവസത്തിലാണ് ഉണ്ടാവുക. ഇവിടെ പൊന്നാനി കറക്റ്റ് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. രണ്ടും ഒരേ ലെവലിലാണ് പോകും. അടുത്ത മത്സരമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടാ പൊന്നാനി ആരാണ് ജയിക്കുക തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? പൊന്നാനിയിൽ എല്ലാവരും ജയിക്കട്ടെ. എല്ലാവരും ജയിക്കില്ലല്ലോ, ഒരാളുടെ ജയിക്കില്ല. അങ്ങനെയാണ് എല്ലാരും. മറ്റേ ഒരാൾക്ക് ഒരു വിഷമമുള്ള കാര്യമാണ്. എല്ലാവരും മത്സരം എങ്ങനെയുണ്ട്? ആരാ മത്സരം എങ്ങനെയുണ്ട്? എങ്ങനെ മത്സരം എന്ന് വെച്ചാൽ ഇടതുപക്ഷം UDF ആണല്ലോ ഇവിടെ നിലവില്. മറ്റവർക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അടുത്ത മത്സരമാണ്. അടുത്ത മത്സരം ആർക്കാ ജയിക്കാൻ പറയാൻ പറ്റില്ല. ഇല്ല, കട്ടക്ക് കട്ടേ. ചേട്ടാ എങ്ങനെയുണ്ട് പൊന്നാനിയിൽ തവണത്തെ സാധ്യത ആർക്കാ? LDF UDF? LDF. എന്തുകൊണ്ടാണ് LDF? അടുത്ത ഭരണം വരും എന്നുള്ള വികസനങ്ങളാണോ? വികസനം അതാണ്. ഇലക്ഷന് പൊന്നാനി ആരാ ജയിക്കുക? LDF UDF? ഇലക്ഷനില് പൊന്നാനിയിൽ LDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എന്തുകൊണ്ടാണ് LDF ജയിക്കുന്നത്? അത് വികസനം അത്രയ്ക്കും നല്ല പൂർണ്ണമായ വികസനം LDF പിണറായി സർക്കാർ 100% കേരളത്തെ നെഞ്ചിലേറ്റിയ സഖാവാണ് പിണറായി വിജയൻ. അതിന് വോട്ട് കിട്ടും. 100% ജയിക്കും. MK സക്കീർ അഡ്വക്കേറ്റ്. ആരാണ് ഇലക്ഷന് പൊന്നാനി ജയിക്കുക? LDF UDF? ഒരു സംശയമല്ല UDF. എന്തുകൊണ്ടാണ്? ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ ഇവിടെ ഒരു 2 പതിറ്റാണ്ടായിട്ട് വരുന്ന പിന്നെ LDFൻ്റെ MLA തീരദേശ മേഖലയെ ഒരുപാട് കാര്യങ്ങളിൽ തഴയുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ട്. UDFന് അനുകൂലമാണ്. പൊന്നാനി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിഷ്പക്ഷമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും രണ്ടു കൂട്ടരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരം സ്ട്രോങ് മത്സരം തന്നെ ആയിരിക്കും ഇപ്രാവശ്യം. വാർഡിൽ പൊന്നാനി ഒന്നും പറയാൻ പറ്റുന്ന കണ്ടീഷനില്ല. തീരുമാനം തന്നെയാണ്. നമുക്ക് ആര് വന്നാലും കുഴപ്പമില്ല. ആര് വന്നാലും നല്ല ഭരണം ആയാൽ മതി, അത്രേ ഉള്ളൂ. അല്ല LDF-നാണോ UDF-നാണോ ഇവിടെ മേൽക്കൈ? ഇവിടെ ഇപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇല്ല. ചേട്ടൻ്റെ അഭിപ്രായം ആരൊക്കെയാണ് പൊന്നാനി ജയിക്കുക? പൊന്നാനിയിൽ ഇപ്പോൾ 17,150 വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ട്. ആ ഭൂരിപക്ഷം ലേശം കുറഞ്ഞാലും ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. എന്താണെങ്കിലും എന്ത് അട്ടിമറിണ്ട ഒരു 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കും. ഏറ്റവും ചുരുക്കി ഇടതുപക്ഷം ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ആരാണ് പൊന്നാനി ജയിക്കാൻ സാധ്യത? ഇടതുപക്ഷമാണോ UDF ആണോ? ഇടതുപക്ഷമാണ് സാധ്യത. LDF-ൻ്റെ ആണോ? എന്തുകൊണ്ടാ? ഓരോ വികസനങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ കൂടുതലും അതൊക്കെ വോട്ടായി മാറും അല്ലേ? ചേട്ടാ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ ആരാവും ജയിക്കുക? LDF ആണോ UDF ആണോ? എനിക്ക് ഒന്നാമത് ഒരു പാർട്ടിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ആരാണ് ഇവിടെ എല്ലാവരും കാണുന്നത് അവർ ജയിക്കും. കാരണം ഒരു ഐഡിയ ഇല്ല. ഞാൻ അതൊന്നും പറഞ്ഞിട്ടല്ലോ. ഞാൻ ഏത് പാർട്ടിയിൽ നിന്ന് നിൽക്കുന്നതല്ല. കളവ് പറയുക സത്യം. ചേട്ടാ ആരാ പൊന്നാനി ഇലക്ഷന് ജയിക്കുക? ഒന്നും പറയാനില്ല, അഭിപ്രായങ്ങളില്ല. സാധ്യത ആർക്കാ? ഒന്നും പറയാനില്ല. ഒരു മാറ്റം അനിവാര്യമല്ലേ? അതന്നെ. അപ്പൊ UDF-ന് ഒരു സാധ്യത ഉണ്ട്. താങ്കൾ വിചാരിച്ചാൽ മതി. എന്താ ശരി, മാറ്റത്തിനാണോ വോട്ട്? ഒരു മാറ്റം എന്നല്ല, മാറ്റം ആവശ്യമല്ലേ, അനിവാര്യമാണ് അല്ലേ? അതെ. താങ്കളടക്കം പ്രതീക്ഷിക്കുന്നു അല്ലേ? മാറ്റമാണ് പ്രതീക്ഷ. താങ്കളടക്കം. അപ്പൊ അതന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.